നമസ്കാരം. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോഴാണ് സത്യത്തിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നോർത്ത് നമ്മൾ അത്ഭുതപ്പെടാറുള്ളത്, അല്ലേ? അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? സോളാർ പെയിന്റ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് പെയിന്റിനെ കുറിച്ച് ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ട് കാണും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പെയിന്റ് ആണത്. ഈ സോളാർ പെയിന്റിൽ അടങ്ങിയിട്ടുള്ള വളരെ ചെറിയ, അതായത് നാനോ ഫോട്ടോ വോൾട്ടേക് സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കോൺ, അതേപോലെ കാഡ്മിയം ടെല്ലുറൈഡ് പോലെയുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ നിന്നാണ്. ഈ വളരെ ചെറിയ സെല്ലുകളാണ് സൂര്യപ്രകാശം അബ്സോർബ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റുകളെ പോലെ തന്നെ ഏത് ഉപരിതലത്തിലും ഈ പെയിന്റും ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു കെട്ടിടത്തിന്റെയും മുകൾ ഭാഗത്ത് മാത്രമല്ല, സൂര്യപ്രകാശം ലഭിക്കുന്ന എല്ലാ വശങ്ങളിലും, അതായത് 4 വശങ്ങളിലും നമുക്ക് ഈ പെയിന്റ് ഉപയോഗിക്കാം. ജനാലകളുടെ ഗ്ലാസ്സിൽ ഉപയോഗിക്കാം. എന്തിനധികം പറയുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഈ പെയിന്റ് അടിച്ചിട്ട് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ആ വാഹനം വരെ ഓടിക്കാൻ സാധിക്കും. ചില ഇന്റർനാഷണൽ ഓൺലൈൻ മീഡിയ വഴി സോളാർ പെയിന്റിനെ കുറിച്ച് അറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇവിടെ പറയാം കേട്ടോ. ഈ വാഹനങ്ങളിൽ സോളാർ പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയിക്കും എന്ന ടെസ്റ്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് മെർസിഡീസ് ബെൻസ് ആണ്. ഒരു കാറിന്റെ ഫുൾ ബോഡിയിലും സോളാർ പെയിന്റ് അടിച്ചിട്ടാണ് ഇവർ ഈ ടെസ്റ്റ് ചെയ്തത്. ഇവർ ഈ അടിച്ച പെയിന്റ് കോട്ടിങ്ങിന്റെ തിക്നെസ് 5 മൈക്രോമീറ്റേഴ്സ് ആണ്. അതായത് ഒരു തലമുടിയേക്കാൾ തിക്നെസ് കുറവാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ പെയിന്റ്. 1 മീറ്റർ സ്ക്വയറിന്റെ വെയിറ്റ് വരുന്നത് വെറും 50 ഗ്രാം മാത്രമാണ്. 20% മുകളിൽ എഫിഷ്യൻസി ലഭിക്കുമെന്നും അതേപോലെ ഈ നാനോ പാർട്ടിക്കൽ അടങ്ങിയിട്ടുള്ള പെയിന്റിന് 94% സോളാർ എനർജി കടത്തിവിടാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് വളരെ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യം, ഒരു വാഹനത്തിൽ സോളാർ പെയിന്റ് അടിച്ചാൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളതാണ്, അല്ലേ? ഒരുപാട് സൂര്യപ്രകാശം ഇതിന് നിർബന്ധമാണ്. അപ്പം സൂര്യപ്രകാശം കുറഞ്ഞ രാജ്യങ്ങളിലോ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണുള്ളത്. അതിനുള്ള ഉത്തരം മെർസിഡീസ് തന്നെ പറയുന്നുണ്ട്. അവർ പല രാജ്യങ്ങളിലും ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഒരു മീഡിയം സൈസ് കാറിന് അവർ പറയുന്നത് ഒരു ഓഫ് റോഡറാണ്. 11 സ്ക്വയർ മീറ്റർ പാനൽ ഏരിയയിൽ ഫോട്ടോവോൾട്ടിക് പെയിന്റ് ചെയ്താൽ ഇവർ പറയുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിലാണെങ്കിൽ ഒരു വർഷം 12,000 കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ്. ഇതേ രീതിയിൽ തന്നെ ബീജിംഗിലാണെങ്കിൽ ഒരു വർഷത്തിൽ 14,000 കിലോമീറ്ററും ലോസ് ആഞ്ചൽസിലാണെങ്കിൽ ഒരു വർഷം 20,000 കിലോമീറ്ററും സഞ്ചരിക്കാൻ സാധിക്കും. അതേപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ പെയിന്റ് വഴി ലഭിക്കുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് വാഹനത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുകൂടാതെ ബാറ്ററിയിലും നമുക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം. വാഹനത്തിൽ ഉപയോഗിക്കുന്ന സോളാർ പെയിന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചത്. പക്ഷേ ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന പെയിന്റിന് ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. അതായത് കട്ടിക്ക് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ പഷർമയ്ക്കെല്ലാം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കോൺസെപ്റ്റ് സെയിം ആയിരിക്കും. എന്തായാലും ഈ സോളാർ പെയിന്റ് അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടേക് പെയിന്റിംഗ് ടെക്നോളജി വിജയിക്കുകയാണെങ്കിൽ ഭാവിയിൽ പതുക്കെ ആണെങ്കിലും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെല്ലാം കാണുന്ന വലിയ വലിയ സോളാർ പാനൽസ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവാനാണ് സാധ്യത കാണുന്നത്. കാരണം സോളാർ പെയിന്റ് അടിക്കുന്നത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ ചിലവ് കുറവാണ്. മാത്രമല്ല പണിയും എളുപ്പമാണ്, സ്ഥലവും അധികം വേണ്ട. ഈ ഒരു പെയിന്റിംഗ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിൽ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ റോഡിലൂടെ പല ആവശ്യങ്ങൾക്കായിട്ട് നടന്നു പോകുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്, അല്ലേ? വാഹനങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ടാവും, പക്ഷെ ഇവരൊക്കെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ സോളാർ പെയിന്റ് അടിച്ചൊരു കുട നിർമ്മിച്ച് കഴിഞ്ഞാൽ പകൽ നടക്കുന്ന സമയത്ത് വെയിലും കൊള്ളണ്ട, ആ വെയിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ പിടിക്കുന്ന ഭാഗം, ആ പിടിഭാഗത്ത് ഒരു ബാറ്ററി യൂണിറ്റ് ആക്കിയിട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് നമ്മളെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്തൂടെ? ഒരുപക്ഷെ ഇനിയും ഒരുപാട് സമയം എടുത്തേക്കാം, എന്നാലും സോളാർ പെയിന്റിംഗ് ടെക്നോളജി വിജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.